വിചാരിക്കും ഇതല്ല, ഇതിനകത്തോട്ട് നോക്കിയതോ കണ്ടോ, ഒരു ചെറിയൊരു ശിവലിംഗം അല്ലേ, ഏറ്റവും ചെറിയ ശിവലിംഗം അതിനകത്ത് ഇരിക്കുന്നുണ്ടോ. ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഈ കയ്യില് അടിപൊളി കേട്ടോ. വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അതൊരു ചിരട്ട നിർമ്മിച്ചിട്ട് പാത്രമല്ലേ വെള്ളം വെച്ചേക്കുന്നത്. അതാ ഇത് എഡിറ്റ് ചെയ്ത്, കാരണം ഇത് മാറ്റുന്ന സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മളെന്തോ പരിപാടി ചെയ്യുന്ന പറഞ്ഞല്ല കമന്റ് ഇടുന്നത്. വെള്ളം എടുത്ത് കളഞ്ഞു പറയില്ലേ. ഓക്കെ, ഇത് എന്റെ കൈ തന്നെ ഇരിക്കട്ടെ, ഇതിനകത്തോടെ ഒഴിക്കാൻ പോകും. ഇത് വേറെ പൈപ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഓ, നേരത്തെ ഒഴിച്ച വെള്ളം മൊത്തം അതിനകത്തുണ്ട്, പക്ഷെ ഒറ്റ തുള്ളി പോലും പുറത്ത് വരത്തില്ല. ഓക്കെ, ആ വെള്ളം അവിടെ വരുന്നുണ്ട്. അന്നേരം നമ്മൾ ആ കർഷകന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാൻ കഴിയും കേട്ടോ. ഒരു അത്ഭുത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഈ വീടിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടാൻ വേണ്ടി പോവാ കേട്ടോ. ഹായ് ചേട്ടാ. ഹായ് ചേട്ടാ, അടുത്തിരിക്കുന്ന എന്തോ സംഭവം ഒരു വലിയൊരു വാളില്ലേ. ഇത് മാത്രമല്ല കേട്ടോ, നെൽവിത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ടോ, ഒരു കർഷകനായി കഴിഞ്ഞാൽ മെയിനായിട്ട് നെൽകൃഷിയാണ് ഇല്ലേ, കർഷകൻ അല്ലേ. അന്നേരം നെൽകൃഷിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു വാളാണ് കേട്ടോ ഈ കാണുന്നത്. എന്നാ വലിയ വാള, ഏകദേശം 5 അടി നീളം കാണും. 5 അല്ല, 35,550 നെൽമണി എണ്ണി ചെയ്തതാ. എത്ര? 35,550. 35,550. ഇത് എങ്ങനെ എണ്ണി? കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എത്ര നാളെ ഇത് ചെയ്തിട്ട്? ഇത് 5 കൊല്ലം ഇല്ലേ. പക്ഷെ നമ്മള് വീട് എടുക്കുക വെച്ച് വെട്ടക്കുറവുണ്ട്, അതൊക്കെ ക്ഷമിക്കണം. അന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് കത്തിയും എല്ലാം ഇരിപ്പുണ്ട്. ഇതെന്തോ ഇരിക്കുന്നത്? തെറ്റാടി. ഓക്കെ. ഇതൊക്കെ കൈകൊണ്ട് ചെയ്യുന്നത് ഈ കാണുന്നതൊക്കെ. നമ്മളെ ചിരട്ട കൊണ്ടുള്ള ഒരുപാട് സംഭവം ഉണ്ട് കണ്ടോ. ഒരു ഗണപതി ഇരിക്കുന്നുണ്ട് ഇതിനകത്തതാ. അതേ കണക്കന്നെ ഇപ്പം പുതിയതായിട്ട് നിർമ്മിച്ച ആ മഹാദേവന്റെ ഒന്ന് കാണിക്കാവുന്നു, കയ്യിൽ നിന്ന് എടുക്കാവുന്നു. നമ്മൾ വിചാരിക്കും ഇതല്ല, ഇതിനകത്തോട്ട് നോക്കിയതോ കണ്ടോ, ഒരു ചെറിയൊരു ശിവലിംഗം അല്ലേ, ഏറ്റവും ചെറിയ ശിവലിംഗം അതിനകത്ത് ഇരിക്കുന്നുണ്ടോ. ഇങ്ങനെ നല്ല രസമില്ലേ. ഇത് ഫുള്ള് ചിരട്ടയല്ലേ. ഈ ചിരട്ടയൊക്കെ എവിടുന്ന് ഒപ്പിച്ച്? ഇവിടുന്ന് തന്നെ ഉള്ള അല്ലേ. കൊള്ളാം. ഇത് എത്ര ദിവസം എടുത്താലും ഇത് നിർമ്മിച്ചത്? 3 ദിവസം. അന്നേരം നമ്മളെ വാള് ഭയങ്കര സംഭവമാണ്. വാള് ഭയങ്കര വൈറലല്ലേ, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടൊരു വാളല്ലേ. ഒരുപാട് കണ്ടു. ഒരു മാസം എടുത്ത് പണിയല്ലേ. കൊള്ളാം. എന്നാലും എത്ര തന്നെ നെൽമണി? 35,550. ക്ഷമയോടെ എത്രയായിരുന്നു എണ്ണി നിർമ്മിക്കുന്നത്. ഓക്കെ, ഈ നെൽമണി അല്ലെങ്കിൽ വിത്തിരുന്ന് എണ്ണുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല കേട്ടോ. നെൽമണി എണ്ണി ചെയ്തല്ലേ. എന്ത് വെയിറ്റ്? വേറെ ഒന്നും ഇതിനകത്തില്ല, നെൽമണി മാത്രമല്ലേ. പക്ഷേ എന്ത് പക്ഷേ ഉപയോഗിക്കുന്നതിന്? ഫെവിക്കോൾ. ഓക്കെ. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതെ. ചേട്ടന്റെ പേര് പറഞ്ഞില്ല. ശിവപ്രസാദ്. നമ്മളെ സ്ഥലപ്പേരും കൂടെ ഒന്ന് പറയാമോ? തളവർക്കുളം, കരിയപ്ര, കൊല്ലം. ഓക്കെ. ഇതും കൊള്ളാൻ. ഇതിപ്പം ചെയ്തോണ്ടിരിക്കുവാന്നോ? ഇതൊക്കെ ചെയ്ത് തീർന്നതാ. ഒന്ന് ഇങ്ങോട്ട് എടുക്കാവൂന്ന്. ഓഹോ, ഇതൊരു പക്ഷികൾ കൊക്കല്ലേ. ഇത് അരയന്നം പറന്നോണ്ടിരിക്കുവന്നത്. ഇത് നമ്മുടെ ചെലന്തി വല. ഓക്കെ. ഇത് കണക്ക് നെൽമണി എണ്ണിട്ടുണ്ടോ? ഇല്ല, ഇതൊന്നും എണ്ണി ചെയ്തിട്ടില്ലല്ലേ. ഇനിയുണ്ടല്ലേ. ചേട്ടൻ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? കൃഷി തന്നെയാണല്ലേ. ആ കൃഷി നമുക്ക് അടുത്ത ട്രിപ്പ് കാണണം കേട്ടോ. ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ, വൈറലാവാനുള്ള സംഭവം തന്നെയാണ് കേട്ടോ. 30 സൈസ് നെല്ല് ചെയ്യുന്നുണ്ട്. 30 സൈസ് നെല്ല്, 1 അല്ല 2 അല്ല 30 എവിടെ പോയി ഒപ്പിക്കുന്നത്? അത് നമ്മൾ ഈ വയലിൽ തന്നെയാണോ ഈ കാണുന്നത്? താഴോട്ട് വയലല്ലേ. ഇത് അരയന്നാണോ? അരയന്ന വലുതാണല്ലേ. ഓക്കെ. ഇത് ആൾക്കാരൊക്കെ പറഞ്ഞ് ചെയ്തു കൊടുക്കൂല്ലേ. ഇത് നെൽക്കതിർ കൊലയല്ലേ ഇത്? ഇതെന്തിനും പ്രത്യേകം എന്തിനുണ്ടോ? ഇത് എന്തിനാണ് വീട്ടിൽ ഇടുന്നത്? ഐശ്വര്യം. ഇതിങ്ങനെ കിടക്കും. എത്ര കിടക്കും ഇതിങ്ങനെ? ഇത് 5 കൊല്ലത്തിൽ പുറത്തായതാ. ഓ, 5 കൊല്ലത്തിൽ പുറത്തായതല്ലേ. ഇതൊക്കെ 5 കൊല്ലത്തിൽ പുറത്തായതാ. 5 ഒരു നമ്മളല്ലേ വള്ളം ഇല്ലേ. ഇത് കച്ചിയും നെല്ലും. ഓ, അകത്ത് കച്ചിയാണോ? അകത്ത് കച്ചി. ഓക്കെ. പുറത്ത് കാണുന്ന നെൽമണി ഇല്ലേ. ഓക്കെ. ഇവിടെയൊക്കെ ചിത്രങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഇതിപ്പോ ഏറ്റവും അവസാനം ഇപ്പം ചെയ്തോണ്ടിരുന്നല്ലേ. ഇത് ഹനുമാൻ അല്ലേ. ഹനുമാൻ. ഇത് പ്രാവ്. ഈ കൃഷിയുടെ കൂടെ ഇതിന് സമയം കണ്ടെത്തുന്നുണ്ടല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇവിടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ. ചിരട്ടത്തവി ഒന്നും ഇപ്പം കാണാനില്ലല്ലേ. അതെന്തത്? ഏറ്റവും ചെറിയ വാള്. ഏറ്റവും ചെറിയ വാള്. ഒറ്റ ചിരട്ടയാണത്.
ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ? കൈ കൊണ്ട് കട്ട് ചെയ്ത് ചെറിയൊരു തെറ്റ് വന്നാൽ പൊട്ടിപ്പോവുകയും ചെയ്യില്ല ഇത്. അങ്ങനെ പൊട്ടത്തില്ല. അതേപോലെ ചെയ്ത ഈ ശിവലിംഗം ഏറ്റവും ചെറിയ ശിവലിംഗം. ഏറ്റവും ചെറിയ ശിവലിംഗം അതാണ്ടേ, അതാണ് ഏറ്റവും ചെറിയ ശിവലിംഗം. കണ്ട ഇരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ അതാ കണ്ട. ഓക്കെ, ഇത് കൊള്ളാം, സംഭവം അടിയില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വൈഫൊക്കെ ബാംഗ്ലൂരല്ലേ? ടീച്ചറാ. ഓക്കെ. കൊള്ളാം. എന്നിട്ട് ഈ വീടും ചുറ്റുപാടും ഇത് ഫുള്ള് ചിരട്ടയല്ലേ? അടിപൊളി കേട്ടോ. ഈ ട്രോഫി വെയിറ്റ് ഒക്കെ ഉണ്ടോ? ഓ, നല്ല വെയിറ്റ്. ഒന്ന് എടുക്കാവോ ഒന്ന്? ഓക്കെ, കൊള്ളാം. ഇത് ഫുള്ള് ചിരട്ടയല്ലേ? ഇത് നമുക്ക് ഏകദേശം എത്ര ദിവസം എടുത്ത് കാണും? ഇത് എവിടെ നിന്ന് കണ്ടിട്ട് ചെയ്തതാണോ അതോ? ഇല്ല, ഞാൻ തന്നെ ചെയ്തതാ. എങ്ങും ചെയ്തിട്ടില്ല, ഇതുവരെ ആരും ചെയ്തിട്ടില്ലല്ലേ? ഓക്കെ. ഇത് ഇപ്പൊ ചെയ്തത്. ഓക്കെ, സൂര്യാന്തി അല്ലേ? സൂര്യാന്തി ചെടിയാണല്ലേ? അത് ഫുള്ള് ചിരട്ട തന്നെ അല്ലേ? ഈ മരമായിട്ടിരിക്കുന്നതോ? ചിരട്ട തന്നെ അല്ലേ? ഓരോന്നും ഇരുന്ന് ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതല്ലേ? കൊള്ളാം കേട്ടോ. നല്ല ഇപ്പം പോളിഷ് ചെയ്തതുകൊണ്ട് ഒന്നും കൂടെ ഭംഗിയായിട്ട്. ഓക്കെ, ഇതും ഗണപതി ഇങ്ങനെ ഇരിക്കും അല്ലേ? ഓ, അങ്ങനെ ഊഞ്ഞാലും അല്ല, ആടുമില്ലേ? ഓക്കെ. ഇത് ഏറ്റവും ചെറിയ ജഗ്. ഓ, അത് ഒറിജിനൽ തേങ്ങയാ, അല്ല നമ്മൾ ഒട്ടിപ്പോന്നല്ലേ. ഓ, ഒറ്റ തേങ്ങയത്? ഒറ്റ തേങ്ങ. ഇതൊക്കെ അതെങ്ങനെ കിട്ടി ഇത്രയും? കിട്ടി. കൊച്ചി പേട്ട് തേങ്ങക്കില്ലേ അത്, അതല്ലേ? പക്ഷെ നല്ല നശിച്ചു പോകത്തില്ലല്ലേ? ഈ താഴോട്ടുള്ളതോ? അത് അതിന്റെ തൊണ്ട് തന്നെ. ഇതിന്റെ തൊണ്ട് തന്നെയല്ലേ? താണ്ട വേറെ ഇരിക്കുന്നാണ്ട, ഇതൊക്കെ അതിന്റെ തൊണ്ട് തന്നെ ചെയ്തതാണ്ട. ഓഹോ, തൊണ്ട് നിർത്തിക്കൊണ്ട് ചെയ്യുന്നല്ലേ? തൊണ്ട് നിർത്തി ചെയ്ത്. ഓക്കെ. എന്നിട്ട് ഇത് തേങ്ങ അത് പൊതിച്ച് കട ചെയ്തതാ. ഓക്കെ, അതായത് വെള്ളം നിറയ്ക്കാനൊക്കെ പറ്റുമോ? നിറയ്ക്കും. ഒന്ന് എടുക്കാവോ ഒന്ന്? വെള്ളം നിറയ്ക്കല്ലേ? ഓക്കെ. അതും തേങ്ങ തന്നെ ചുവട്ടിലുണ്ടല്ലേ? അതിന്റെ തൊണ്ടും കാര്യങ്ങളെല്ലാം. പിന്നെ നേരത്തെ ഒരു മാജിക് പാത്രം, വെള്ളം നിറച്ച പോകാത്ത ടൈപ്പ് സാധനം. ഇതിന് എന്ത് പറയുന്നതിന്? മാജിക് കുജ. ഒന്ന് വെള്ളം ഒഴിക്കാവോ? മാജിക് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് എന്റെ പേര്, മാജിക് കൂജ. ഓക്കെ, നമ്മളെ വീഡിയോ കാണുന്നവർ തന്നെ പൊങ്കാലിടും. ഓക്കെ, വെള്ളം ഒഴിച്ചേ. വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അതൊരു ചിരട്ട കൊണ്ട് നിർമ്മിച്ചൊരു പാത്രമല്ലേ വെള്ളം വെച്ചേക്കുന്നത്? ഓക്കെ, ഇത് തിരിച്ചൊന്ന് ഒഴിച്ചേ നോക്കട്ടെ. ഇത് എഡിറ്റ് ചെയ്ത്, കാരണം ഇത് മാറ്റം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മളെന്തോ പരിപാടി ചെയ്യുന്ന പറഞ്ഞല്ല കമന്റ് ഇടുന്നത്. വെള്ളം എടുത്ത് കളഞ്ഞു പറഞ്ഞില്ലേ? ഓക്കെ, ഇത് എന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇതിനകത്തോടെ ഒഴിക്കാൻ പോകും. ഇത് വേറെ പൈപ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞ് പൈപ്പൊക്കെ ഉണ്ടെന്ന്, പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ഒഴിച്ചെടുത്തോടെ കമത്തുമ്പോൾ അതിൽ കൂടെ വെള്ളം വരത്തില്ല. ഓ, നേരത്തെ ഒഴിച്ച വെള്ളം മൊത്തം ഉണ്ട്, പക്ഷെ ഒറ്റ തുള്ളി പോലും പുറത്ത് വരത്തില്ല. കൊള്ളാം. ഒന്ന് ഒഴിച്ചതിനകത്തോട്ടൊന്ന് ഈ സൈഡിൽ കൂടെ, നമ്മളെ കെണ്ടിയുടെ സൈഡ് പോലെ അല്ലേ? ഓക്കെ, ആ വെള്ളം അവിടെ വരുന്നുണ്ട്. ഇത് ഏകദേശം എത്ര നാളായി നിർമ്മിച്ചിട്ട്? ഇതിപ്പോ ഒരു 2 കൊല്ലത്തിനകത്ത്. ആരും ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട് ഓർഡർ വന്നു, 406 ഓർഡർ വന്നിട്ടുണ്ട്. ആ കൂജയുടെ. അത് കൊടുത്തോ? ഇല്ല, കൊടുക്കാൻ പറ്റിയിട്ടില്ല. സമയമില്ല ചെയ്യാൻ. കൃഷി തന്നെ മെയിൻ ഇല്ലേ? അത് വിട്ട് നമുക്ക് ഇത് ചെറിയ ടൈം പാസ് പോലെ ചെയ്തേല്ലേ? അതിലെ കമന്റ് എടുത്ത് നോക്കിയാൽ കാണാം എത്ര ഓർഡർ ഉണ്ടെന്നില്ലേ? ഓക്കെ, അന്നേരം ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു വിഷമവും ഉണ്ട്. 3500 രൂപ വിലയുണ്ട്. അത്രയും വിലയുണ്ടല്ലേ? സമയം 3 ദിവസം എടുക്കും ഓണം നിർമ്മിക്കാല്ലേ? ഓക്കെ. ചേട്ടൻ്റെ 7ാം ക്ലാസ്സിലാണ്ട് പഠിക്കാൻ നേരത്തെ ഒരു കത്തി നിർമ്മിച്ചെന്ന് പറഞ്ഞില്ല? ആ കത്തി വരെ ഇപ്പോഴും സൂക്ഷിച്ച് കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണിക്കാവോ ഒന്ന്? ഇതാണ് കത്തിയില്ലേ? ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഈ കയ്യില്ലേ? അടിപൊളി കേട്ടോ. കത്തിക്ക് എന്തെങ്കിലും പേരുണ്ടോ? അങ്ങനെ പേരൊന്നുമില്ലല്ലോ. അല്ല, കത്തികൾക്ക് ഒരുപാട് പേരുണ്ട്. അത് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണോന്ന് ഞാൻ ചോദിച്ചത്. അല്ലല്ലേ? അതും ചിരട്ടയല്ലേ? ഓക്കെ. ഇതെന്താ എന്റെ പാത്രത്തിന് പേരുണ്ടോ? ഇത് കൂജ അത്രേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ? ഇത് അതും കൂജ തന്നെയല്ലേ? ഇത് തൊണ്ട്. ഓക്കെ, നമ്മളെ വാള്. ഇത് എവിടെങ്കിലും ഗിന്നസ് ബുക്കോ അങ്ങനെ എന്തെങ്കിലും റെക്കോർഡൊന്നും പോയിട്ടില്ലല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതും കൂജയല്ലേ? ഓക്കെ. ഇവിടെ ഒരുപാട് കത്തിയില്ല. ഇതെല്ലാം തടി ചെയ്യുന്നതല്ലേ? അത് കൈ കൊണ്ട് ചെയ്യുന്നതാണോ? ഒറ്റ തടിയാ.
ഒറ്റത്തടി ചെയ്തെടുക്കുന്ന ജോയിന്റ് ഒന്നും ഇല്ല, ജോയിന്റ് ഒന്നും. ഓ, അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലേ. ഒറ്റത്തടി ചീലാന്തി. ശീലാന്തി, ഓക്കെ. ഇത് കണക്ക് നിർമ്മിക്കുന്ന കത്തികളല്ലേ. ഈ കത്തിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, ഒറ്റത്തടി ചെയ്യുന്നുള്ളത്. ഒറ്റത്തടി ചെയ്തെന്നുള്ളല്ലേ. ഓക്കെ. ഇത് ഇതിനകത്ത് കത്തിയൊക്കെ ഇരിക്കുന്നില്ലേ? കീ ചെയിൻ. ഓ, കീ ചെയിനായിട്ട് ഇടാൻ പറ്റില്ല. ഇതിനകത്ത് ഒരുപാട് ജീവികളുണ്ട് കേട്ടോ. ഇത് അണ്ണാനാണ്. ഇത് അരയന്നം. തൊട്ടിപ്പുറത്തായിട്ട് ഒരു പ്രാവ്, ആന. ഇതും ചിരട്ടയാണ് കേട്ടോ. വാളുണ്ട്. അങ്ങനെ ഒരുപാട് ചിത്രശലഭം, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ അതിനകത്ത്. എന്നാലും നേരത്തെ അല്ലേ കാണിച്ചു. ഇതൊക്കെ കാറ്റത്ത് പറന്നു പോകത്തില്ല കേട്ടോ. നോക്കി, ഇതൊരു കത്തിയാട്ടോ. ചെറിയ ഒട്ടിപ്പോന്നല്ലേ, ഒറ്റച്ചിരട്ട കേട്ടോ. അപ്പൊ ഒന്നുകൂടെ വെട്ടത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതും കൂജയാണോ? ഇത് ഇങ്ങനെ എന്റെ വളഞ്ഞിരിക്കുന്നത് ചിരട്ട ചെയ്തല്ലേ. ഓക്കെ. ഇതല്ലേ വേറെ എന്തെങ്കിലും ഇതൊക്കെ എന്താ ഈ ഇരിക്കുന്നത്? ഏതാ ഈ കാണുന്നത്? അത് തെറ്റാടി മീൻ പിടിക്കുന്നത്. മീൻ പിടിക്കാറുണ്ടോ? പണി തീർന്നിട്ടില്ല അല്ലേ. ഓ, ഇതിൽ ഈ പേര് ചെയ്തേക്കുന്ന ചിരട്ടയാ. ശിവ ചിരട്ട നിർമ്മിച്ചേക്കും. ഒറ്റ ചിരട്ട. അതും ആരാണ് ശിവ? ചേട്ടൻ്റെ പേര് ശിവപ്രസാദ് ശിവയില്. ഓക്കെ. ഇത് നമുക്ക് സൂര്യാന്തി പൂ വിരിഞ്ഞതും ഉണ്ട്, അതിന്റെ മൊട്ടും ഉണ്ട് അല്ലേ.